ഒരു വലിയ തലവേദനയാണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് കേട്ടോ. വേറെ ഒന്നുമില്ല, ഈദ് പർച്ചേസിങ് വ്ളോഗ്. ഈദിൻ്റെ പർച്ചേസിങ് ആയതുകൊണ്ടല്ല, പർച്ചേസിങ് എനിക്ക് എന്തൊരു തലവേദനയാണ്. എനിക്കാണെങ്കിൽ ഒന്നും സെറ്റാവും ചെയ്യില്ല. ഞാൻ നല്ല സ്ട്രെസ്ഡ് ആവും ചെയ്യും കേട്ടോ. നോർമലി ഞാൻ ദീജിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സ്ട്രെസ്ഫുൾ ഉണ്ടാവാം. ദീജയിലാണെങ്കിൽ സ്റ്റോക്ക് മൊത്തം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഈദിന് അതിന് എടുക്കാൻ പറ്റിയില്ല. ഇനി 3 ഔട്ട്ഫിറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതാണെങ്കിൽ എൻ്റെ സൈസും അല്ല. എന്തായാലും മാഷാ അല്ലാഹ് ഈദിന് എല്ലാ സ്റ്റോക്കും ഔട്ടായപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. ആൻഡ് ഇനി ഇത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ സ്റ്റോക്ക് ഇറക്കും. സ്വന്തമായിട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്നൊരു ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് എടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ബിക്കോസ് നമ്മൾ കൊടുക്കുന്ന റേറ്റും നമ്മൾ വാങ്ങിക്കുന്ന റേറ്റും കൃത്യമായിട്ട് എനിക്ക് അറിയുന്നതുകൊണ്ട് ഹെവി പ്രൈസ് കാണുമ്പോൾ ഒരു ടെൻഷനാണ്. ബിക്കോസ് അതിൻ്റെ റിയൽ റേറ്റ് എനിക്ക് നന്നായിട്ട് അറിയാം. എനിവേ ഞാൻ കുറേ കടയിൽ കയറി ഇറങ്ങി, ഏകദേശം ഒരു 5 ഷോപ്പിൽ കയറി ഇറങ്ങി ഒരു ഡ്രസ്സ് എനിക്ക് കിട്ടി. അങ്ങനെ ഷോപ്പിങ്ങിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. ശരിക്കും ഈ ഫുഡ് അൺഹെൽത്തി പറഞ്ഞാൽ അങ്ങേയറ്റം അൺഹെൽത്തിയാണ്. ബട്ട് കുറേ കാലമായി ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തായാലും ഇന്ന് കഴിക്കാമെന്ന് കരുതിയിട്ടുണ്ട്. നാളെ നല്ല രീതിയിലേക്ക് പണിയെടുക്കണം ജിമ്മിൽ പോയിട്ട്. അതുകൊണ്ട് ഇന്ന് കുറച്ച് കഴിക്കാമെന്ന് കരുതി. സോ ദാറ്റ്സ് മൈ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.